അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായും നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഉദയകുമാർ അവറുകളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർത്താവിന് വേണ്ടി പരസ്യയോഗങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന, കാലയളവിൽ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ഉദയകുമാർ. തൻ്റെ ജീവിതാനുഭവം അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ആയിട്ട് അറിയിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറുപടി തരികയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ഉദയകുമാർ അവരുടെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടി വിയിൽ ഇന്ന് ഇങ്ങനെ സാക്ഷ്യം പ്രസ്താവിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇതിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾ, അരോമ ടി വിക്ക് എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ സഭാ ശുശ്രൂഷകൻ കൂടിയായ പാസ്റ്റർ ജോൺസൺ ജോർജ് അവറുകൾ, എല്ലാ പ്രേക്ഷകർക്കും യേശു കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന ഗ്രാമത്തിലാണ്. സഭാ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അങ്കമാലി സെന്ററിന്റെ കീഴിലുള്ള പെരുമ്പാവൂരിനടുത്ത് വായിക്കര എന്ന ലോക്കൽ സഭയിൽ പ്രവർത്തിച്ച് വരികയും അങ്കമാലി സെന്റർ PYPയുടെ പ്രസിഡന്റായി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും പരസ്യ യോഗ പ്രസംഗകനായും പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നതിൽ സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. എൻ്റെ ഭാര്യ ശ്രീമതി ഷൈനി വർഗീസ് കപ്പലാമൂട്ടിൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ കർത്താവ് തന്നു. മൂത്ത മകൻ ബേസിൽ ഉദയകുമാർ, അദ്ദേഹം +2 വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ ആള് നിംഫ ഉദയകുമാർ, 7ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്നു. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിലെ വാഗമണ്ണാണ്. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ജനിച്ച് ജീവിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഉപജീവനാർത്ഥം എസ്റ്റേറ്റിലുള്ള ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ വരികയും അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്ത ഒരു കുടിയേറ്റ കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾക്ക് 2 മക്കളാണുള്ളത്. എന്നെ കൂടാതെ ഒരു സഹോദരിയുണ്ട്, ഉഷ സതീഷ്. അദ്ദേഹം വിവാഹിതയാണ്. അവര് കുടുംബമായി ഇടുക്കി ജില്ലയിൽ തന്നെ മൂലമറ്റത്തിന് സമീപത്തുള്ള ഇലപ്പള്ളി എന്ന സ്ഥലത്ത് താമസിച്ച് വരികയാണ്. എൻ്റെ ബാല്യകാലം, ആ കാലഘട്ടത്തിൽ ഇടുക്കിയിലെ കാലാവസ്ഥ വളരെ പ്രയാസം മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന സാഹചര്യമായതിനാൽ മാതാപിതാക്കളുടെ സൗകര്യാർത്ഥം എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് പഠിക്കുവാനുള്ള അവസരമുണ്ടായത്. ഏതാണ്ട് 1987 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ആ പാലക്കാട് ജില്ലയിൽ മാതാപിതാക്കളുടെ രക്ഷകർത്താക്കളോട് ചേർന്ന് താമസിക്കുകയും എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഹൈന്ദവ മതവിശ്വാസത്തിൽ വളരെ
തീക്ഷ്ണമായും തീവ്രമായും നിലനിൽക്കുന്ന ഒരു കുടുംബ സാഹചര്യമാണ്. എൻ്റെ രക്ഷകർത്താക്കളുടെ മാതാപിതാക്കൾ രണ്ട് കുടുംബത്തിൽ നിന്നുള്ളവരും കൊടുങ്ങല്ലൂർ ദേവിയെ സേവിക്കുന്നവരും വെളിച്ചപ്പാടത്തിയായി വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനെ സേവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വന്നിരുന്നവർ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ ബാല്യപ്രായത്തിൽ ഏതാണ്ട് 7 വർഷങ്ങളോളം എൻ്റെ വല്യമ്മയുടെ കൂടെ കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിൽ നിരന്തരമായിട്ട് പോകുകയും അവിടെയുള്ള ആചാര കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മീനഭരണി മുതലായ ഉത്സവങ്ങളുടെ ഭാഗമായി എൻ്റെ ബാല്യത്തിൽ നിൽക്കുവാൻ എൻ്റെ ജീവിത പശ്ചാത്തലം ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സമീപ സ്ഥലങ്ങളിൽ നടക്കുന്ന ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവങ്ങളിലും ആചാര അനുഷ്ഠാന കർമ്മങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലമാണ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലേക്ക് എൻ്റെ താമസം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ കാരണം എൻ്റെ മമ്മിയുടെ സഹോദരൻ വിവാഹിതനാകുകയും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യപ്രദമായ സംവിധാനം അന്നത്തെ ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടും എൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഞാൻ വരികയാണ് ഉണ്ടായത്. ഈ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ മമ്മിയുടെ കാലിൽ ഒരു ഇൻഫെക്ഷൻ വർഷങ്ങളായിട്ട് ഏതാണ്ട് 1992 മുതൽ ഉള്ള കാലഘട്ടത്തിൽ ആ ഒരു പ്രയാസം തുടർമാനമായിട്ട് നേരിടുകയുണ്ടായി. ആ പ്രയാസം പ്രാഥമികമായി ആ കാലഘട്ടത്തിൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ആ രോഗം ഭേദമാകുവാനായിട്ട് ശ്രമിച്ചു എങ്കിലും അവിടെയുള്ള ഡോക്ടേഴ്സിന് ആ രോഗം ഭേദപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കാതെ വരികയും അതിനെ തുടർന്ന് അവര് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനായ ഡോക്ടർമാരിൽ ഒരാളായിരുന്നു തോമസ് പ്രഭാത്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എൻ്റെ മമ്മിയെ അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴിൽ ഏതാണ്ട് 7 വർഷങ്ങളോളം ചികിത്സ തേടിയെങ്കിലും പൂർണ്ണമായിട്ടുള്ള ഒരു രോഗസൗഖ്യം ഉണ്ടാകുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ രോഗവുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിന് അല്പം ഉൾപ്രദേശമായ നാരകക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആ കാലഘട്ടങ്ങളിൽ സാധാരണക്കാരനായ ജോർജ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ അവിടെ വരികയും വീടുകൾ സന്ദർശിക്കുകയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനിടയിൽ രോഗിയായി തീർന്ന എൻ്റെ മമ്മിയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുവാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പിതാവ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് MMJ പ്ലാന്റേഷൻ എന്ന് പറയുന്ന എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലാളി യൂണിയന്റെയും പൊതുപ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം അവിടെയുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതലകളും വഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. ആ കാലഘട്ടത്തിലാണ് ഈ ജോർജ് സാറ് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആവശ്യാനുസരണം അല്പം വെളിച്ചെണ്ണ എൻ്റെ മമ്മി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങിച്ച് അതിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ രോഗമുള്ള സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെളിച്ചെണ്ണ പൂശുക, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ വാചകങ്ങൾ അതേപടി സ്വീകരിക്കുകയും ആ വെളിച്ചെണ്ണ രോഗമുള്ള കാലിന്റെ ആ ഭാഗത്ത് തൂക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു.
ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് യാതൊരു അവബോധവും ഉണ്ടാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക് ആകെ പൊതുവിൽ അന്ന് അറിയുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മാത്രമാണ്. അതിൽ കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, CSI ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വേർതിരിവുകളോ ഉപദേശ വ്യത്യാസങ്ങളോ ഒന്നും അറിയാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വെളിച്ചെണ്ണ പൂശി പ്രാർത്ഥിച്ച ആ ഒരു സംഭവം തുടർന്ന് എൻ്റെ മാതാവിൻ്റെ കാലിലെ ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് സൗഖ്യമാകുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ആ ഒരു അത്ഭുത അനുഭവമാണ് ബാല്യപ്രായത്തിൽ ജീവിച്ചിരുന്ന എനിക്ക് ആ കാലഘട്ടത്തിൽ. ബാല്യപ്രായം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ യുവാക്കന്മാരുടെ അല്ലെങ്കിൽ യൗവനക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ നിയന്ത്രണത്തിന് കീഴിൽ അല്ലാതെ ജീവിച്ചത് കൊണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേഗത്തിൽ എൻ്റെ മാതാപിതാക്കളോട് കൂടെ താമസിക്കാനായിട്ട് വരികയും ഞാൻ വരുന്ന ഏതാണ്ട് 2000 ആണ്ടിൻ്റെ മാർച്ച് മാസത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. അങ്ങനെ ഞങ്ങള് മാതാവ് അടുത്തുള്ള ഈ ജോർജ് സാറ് പ്രവർത്തിക്കുന്ന പ്രവർത്തന സ്ഥലത്ത് കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച ആ സമയം മുതൽ ഞങ്ങള് ഉൾപ്പെട്ട് നിന്നിരുന്ന മതവിഭാഗത്തിൽ നിന്ന് ചില എതിർപ്പുകൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാകാൻ അതൊരു കാരണമായി. ഞാൻ ആ സംഘടന ഏതാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വലിയൊരു എതിർപ്പ് ഉണ്ടായി. എൻ്റെ പിതാവിന് രാഷ്ട്രീയമായിട്ടുള്ള ചില എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ ചില പ്രിയപ്പെട്ടവരുടെ പ്രോത്സാഹനം, അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക് ആദ്യമായി കടന്നു ചെല്ലാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി. ആ സാഹചര്യത്തിൽ എനിക്ക് ആദ്യമായിട്ട് ബൈബിള് ഞങ്ങളുടെ വീട്ടിൽ തരുന്നത് സുവിശേഷകൻ ജോർജ് സാറാണ്. അദ്ദേഹം തന്ന ബൈബിള് വായിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അന്നും ഈ ആധ്യാത്മിക രക്ഷയെക്കുറിച്ചോ ആത്മീയ സന്തോഷത്തെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസങ്ങളിലും അതിനു മുൻപ് പ്രാർത്ഥനാ സമയത്ത് ഹൈന്ദവ വേദങ്ങളിൽ ചില ഭാഗങ്ങൾ എൻ്റെ പിതാവ് നിരന്തരമായിട്ട് വായിക്കുമായിരുന്നെങ്കിൽ അതിനുശേഷം ബൈബിൾ പാരായണം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ചര്യയായി മാറി. സന്ധ്യകളിൽ ബൈബിൾ വായിക്കുന്ന ഒരു ശീലം അന്ന് ഉണ്ടായി. ആ ശീലം മുൻപോട്ട് പോകുമ്പോഴും എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രീതി അന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും നിരന്തരമായിട്ട് ഇത് വായിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ വായനയുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് 2002 സുവിശേഷകനായ ഇടിക്കുള എന്ന ഒരു സാറിനെ, തിരുവല്ല സ്വദേശിയായ ഒരു സാറിനെ വളരെ ആകസ്മികമായിട്ട് എനിക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചത്. അദ്ദേഹമാണ് എന്നോട് വ്യക്തിപരമായി സുവിശേഷം പങ്കുവെക്കുകയും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഈ ബൈബിളിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ബൈബിൾ സത്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അകത്ത് അനുതാപം ഉണ്ടാകുകയും പാപബോധം ഉണ്ടാകുകയും അദ്ദേഹം എന്നോട് രക്ഷാവാചകം ഏറ്റുപറയുവാനായി ബൈബിൾ അടിസ്ഥാനത്തിൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്ത് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും അടുത്ത ദിനങ്ങളിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തരികയും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് ഒരു ദൈവ പൈതലായി തീരുവാനുള്ള അവസരം
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ലഭ്യമായി തീർന്നു. അങ്ങനെ 2002 മുതൽ ഞാൻ ഒരു ദൈവ പൈതലായി വിശ്വാസിയായി തീർന്നു. ആരാധനാ സ്ഥലങ്ങളിൽ പോകുകയും നിരന്തരമായി കൂട്ടായ്മകൾ ആചരിക്കുകയും അന്ന് സംഘടനാ വ്യത്യാസമില്ലാതെ CSI മുതൽ എല്ലാ സഭകളിലും ഉള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ടായി. എന്നാൽ വാഗമണ്ണിൽ ആ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സുവിശേഷകനായ ബെഞ്ചമിൻ എന്ന പാസ്റ്റർ, അദ്ദേഹം എന്നെ പരിചയപ്പെടുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും അദ്ദേഹമാണ് വേർപാട് ഉപദേശത്തിന്റെ ഒരു ആദ്യ പടി എന്നിലേക്ക് പകരുവാൻ ഒരു കാരണമായി തീർന്നത്. അദ്ദേഹം വേർപാട് ഉപദേശത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയും സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു തരികയും ഉപദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് 2004 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുവാൻ തൃശ്ശൂരുള്ള ഹാർവസ്റ്റ് തിയോളജിക്കൽ കോളേജ് എന്ന ബൈബിൾ പഠനശാലയിൽ എനിക്ക് പോകുവാനും ദൈവവചനം പഠിക്കുവാനും കർത്താവ് അവസരം നൽകി. അങ്ങനെ എന്നാൽ ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞ ഈ സത്യ സുവിശേഷം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട്, സമൂഹത്തോട് ഒക്കെ അറിയിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കാൻ അത് കാരണമായി തീർന്നു. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളിൽ ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി പ്രവർത്തനം ആരംഭിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കുടുംബം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, എൻ്റെ സഹോദരി ഇപ്പോഴും ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ തന്നെ ജീവിക്കുന്നയാളാണ്. എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ആ നിലയിൽ തന്നെ ജീവിക്കുന്നവരാണ്. എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ആ നിലയിൽ തന്നെ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം ഒരു പരിധിവരെ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ വിരലിലെണ്ണുന്ന ചില പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ വിശ്വസിച്ച വിശ്വാസത്തെ അവർ അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങളെ അംഗീകരിക്കുകയും അത് സാരമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പെരുമാറുകയും ചെയ്യുന്ന വളരെ ചുരുക്കം കുടുംബ അംഗങ്ങൾ മാത്രമാണ് അന്നും ഇന്നും ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ബന്ധം പുലർത്തി വരുന്നത്. അങ്ങനെ മുൻപോട്ട് പോയി ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ വലിയൊരു ചർച്ചയുണ്ടായി. എൻ്റെ മാതാപിതാക്കളോട് അവര് വളരെ കർക്കശമായി സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിൽ ഒരു പ്രധാന കാരണമായിരുന്നു എൻ്റെ വിവാഹം എന്നുള്ളത്. അത് ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അതിന് മതപരമായിട്ടുള്ള പല ചോദ്യങ്ങളും അവര് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു വഴികൾ ഒരുക്കി. എൻ്റെ ഭാര്യ ശ്രീമതി ഷൈനി വർഗീസിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ഏതാണ്ട് 40-ലധികം പ്രസിദ്ധരായ സുവിശേഷകരുൾപ്പെടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരിയെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കുവാൻ സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്നും ഞങ്ങൾക്ക് നിരന്തരമായി ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ അത്ഭുത പ്രവർത്തികളിൽ ഒന്നാണ്. ദൈവം കരുതുന്നവനാണ്. ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായിട്ട് വിടില്ല. നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹാരകനായിട്ട് ദൈവം ഇറങ്ങി വരും എന്നുള്ളതിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു തെളിവാണ് ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ കാരണമായി തീർന്നത്.
ആ കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയ്ക്ക് അടുത്ത് ഒരു സഭാപ്രവർത്തനം ആരംഭിക്കുവാൻ ചില വർഷങ്ങൾ അവിടെ കർത്തൃ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അവസരങ്ങൾ ഒരുക്കി. അനന്തരം ഒരു ആത്മനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന സ്ഥലത്തേക്ക് ഞങ്ങള് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2009 ജനുവരി മാസം 2-ാം തീയതി എറണാകുളത്ത് കടന്നു വരികയാണ്. അന്ന് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ട്രാവൽ ബാഗിൽ 6 മാസം പ്രായമുള്ള മൂത്ത മകന്റെ ഉൾപ്പെടെയുള്ള കുറച്ച് വസ്ത്രങ്ങളും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കൂടിനകത്ത് വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള നിത്യ ഉപയോഗ സാധനങ്ങളുമായിട്ട് ഞങ്ങള് കിഴക്കമ്പലത്ത് ഒരു വാടക വീട്ടിലേക്ക് താമസം ആരംഭിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരികയാണ്. ആ ഒരു കാലഘട്ടം 2009 ജനുവരി 2-ാം തീയതി മുതൽ ഏതാണ്ട് 2013-14 വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും ഇല്ലായ്മയുടെയും ഞെരുക്കത്തിന്റെയും സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ആ ഒരു കാലഘട്ടത്തിൽ ദൈവം നടത്തിയ വഴികൾ വളരെ അത്ഭുതകരമാണ്. അതിന് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇതിന് മുഖപുര പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു പരസ്യ യോഗ പ്രഭാഷകനാണ്. അതാകാനുള്ള കാരണം അല്ലെങ്കിൽ പരസ്യയോഗത്തിൽ ദൈവം എൻ്റെ മേൽ ഒരു കൃപ പകർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിരവധി കർത്തൃദാസന്മാരുണ്ട്. അതിൽ ഒരാളാണ് ഈ കാലഘട്ടങ്ങളിൽ എറണാകുളം ജില്ലയിൽ തന്നെ അമ്പലമുകൾ ഷാരോൺ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജി ബേബിക്കുട്ടി അവർകൾ. അദ്ദേഹം എൻ്റെ ശുശ്രൂഷയെ തിരിച്ചറിയുകയും പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ഒരുക്കി തരികയും അതിനു വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും സഹായങ്ങളും അതിനപ്പുറമായി ഞാൻ അന്ന് താമസിച്ചു കൊണ്ടിരുന്ന വാടക വീടിന്റെ വാടക 750 രൂപയാണ്. അത് കൊടുക്കുവാൻ നിർവാഹമില്ലാതിരുന്ന സമയത്ത് പാസ്റ്റർ ജി ബേബിക്കുട്ടി അവർകൾ, അദ്ദേഹം കൊച്ചിൻ റിഫൈനറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വിരമിക്കുന്ന കാലഘട്ടം വരെ എനിക്ക് കൊടുക്കുവാനായിട്ടുള്ള വാടകയുടെ പകുതി പൈസ എല്ലാ മാസവും എൻ്റെ കരങ്ങളിൽ എത്തിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത് ഞാൻ നന്ദിയോടെ ഇന്നും ഓർക്കുകയാണ്. ഈ അനുഭവ സാക്ഷ്യത്തിൽ ഈ പേര് പരാമർശിക്കുന്നവരുടെ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല എങ്കിൽ ദൈവം മുൻപാകെ അതൊരു നന്ദികേടായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പേരുകൾ ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ പരസ്യയോഗ ശുശ്രൂഷയുടെ ഒരു ആരംഭം എന്ന നിലയിൽ പാസ്റ്റർ ബേബിക്കുട്ടി അവരുടെ പ്രോത്സാഹനം എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പിന്തുണ എനിക്ക് വലിയ സഹായകരമായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വലിയൊരു വഴിത്തിരിവിന് കാരണമായി തീർന്നത്, ഒരിക്കൽ ഞാൻ എറണാകുളത്ത് ആ സമയങ്ങൾ ജനുവരി മാസത്തിൽ നടക്കുന്ന മലയാള മനോരമയുടെ ഒരു മനോരമ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കാറുണ്ട് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ. അതൊരു എക്സിബിഷൻ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം കാണുവാനായിട്ട് മലയാള മനോരമ ദിനപത്രത്തിന്റെ ഈ ഫെസ്റ്റിവലിന്റെ പേപ്പർ കട്ടിങ്ങുമായി പത്ര കട്ടിങ്ങുമായിട്ട് അവിടെ ഫ്രീ എൻട്രിയാണ് ഈ പത്ര കട്ടിങ് കൊടുത്തത്. ഇതുമായിട്ട് ഈ ഫസ്റ്റ് കാണുവാനായിട്ട് ഞാൻ ഇവിടുന്ന് പള്ളിക്കരയിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് കലൂര് ചെന്ന് ഇറങ്ങുകയാണ്. കലൂര് ചെന്നിറങ്ങി ഈ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഞാൻ മറ്റൊരു ബസ് കയറി അവിടെ വരുമ്പോൾ അവിടെ പ്രായമുള്ളൊരു മനുഷ്യൻ നിന്ന് ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പുതിയ നിയമം വിതരണം ചെയ്തു. ഗിദയൻസ് ഇന്റർനാഷണൽ എന്ന ബൈബിൾ പ്രതികളാണ് അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗിദയൻസിന്റെ ബൈബിളാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ ക്ഷീണത്തെ അവഗണിച്ചുകൊണ്ട് ഈ പ്രായത്തിലും ഇത് ചെയ്യുന്നല്ലോ. ഞാൻ ചെന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് പാസ്റ്റർ ടൈറ്റസ് വർഗീസ്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ താമസിക്കുകയായിരുന്നു. പിറ്റേ ഞായറാഴ്ച
ഞങ്ങൾ താമസിക്കുന്ന പള്ളിക്കരയിൽ അന്ന് 2 സഹോദരങ്ങൾ ഞങ്ങളോട് ഒന്നിച്ച് ആരാധിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്നിരുന്നു. ആ 2 പേരും, ഞാനും എൻ്റെ ഭാര്യയും മോനും മാത്രം ആരാധിക്കുന്ന ആ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് വർഗീസ് കടന്നു വരികയും ഞങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും അന്ന് വൈകിട്ട് ഒരു പരസ്യയോഗം നടത്തുവാൻ എന്നോട് ആഹ്വാനം ചെയ്ത് ഞങ്ങള് കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പാർക്കായ വണ്ടർലായുടെ സമീപത്ത് നിന്ന് പരസ്യയോഗം നടത്തി. ആ കർത്തൃദാസൻ എന്നോട് പറഞ്ഞു, ഇന്നിവിടെ പ്രസംഗിക്കണം. ഞാന് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ പ്രസംഗത്തിന് ഒരല്പം വിമുഖത കാണിച്ചെങ്കിലും അദ്ദേഹം എന്നെ നിർബന്ധിച്ച് പ്രസംഗിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രസംഗം ആരംഭിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം ഒരു പ്രത്യേക കൃപ കർത്തൃദാസന് തന്നിട്ടുണ്ട് ഈ പരസ്യയോഗ ശുശ്രൂഷയിൽ. അതുകൊണ്ട് ധാരാളം വായിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പ്രോത്സാഹന വാചകം അദ്ദേഹം പറയുകയും അന്നു മുതൽ ചില വർഷങ്ങൾ എറണാകുളം ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് വർഗീസ് അവர்களോട് ചേർന്ന് എനിക്ക് പരസ്യയോഗങ്ങളിൽ പങ്കാളിയാകുവാൻ, പ്രസംഗിക്കുവാൻ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി. ആ ഒരു ശുശ്രൂഷയുടെ ഒരു അടുത്ത ഒരു നില എന്ന് പറയുന്നത് ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പിന്റെ കീഴിലുള്ള ഏഞ്ചലോസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ആ ടീമിന്റെ ചില വർഷങ്ങളായിട്ട് അതിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകനാണ് ശ്രീമാൻ കുഞ്ഞുമോൻ മാത്യു. അദ്ദേഹത്തെ ടൈറ്റസ് വർഗീസ് പാസ്റ്റർ മുഖാന്തരമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനും അന്ന് കൊല്ലം ജില്ലയിൽ ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുവാനായിട്ട് ടൈറ്റസ് പാസ്റ്ററെ കുഞ്ഞുമോൻ മാത്യു സഹോദരൻ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇരുവരും അവിടെ പോകുകയും അന്ന് എനിക്ക് എൻ്റെ സാക്ഷ്യവും അല്പമിനിറ്റുകൾ പൊതുസമൂഹത്തിൽ ദൈവവചനം പ്രസംഗിക്കാനും അവസരമുണ്ടായി. ആ അവസരം ICPF-ലേക്ക് എനിക്ക് ഉള്ള ഒരു ചവിട്ടുപടിയായി മാറി. അടുത്ത ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ ICPF-ന്റെ ഒരു ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം കുഞ്ഞുമോൻ മാത്യു സഹോദരൻ എന്നെ ക്ഷണിക്കുകയും കേരളത്തിൽ 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏഞ്ചലോസ് ടീമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുഴുവൻ 4 വട്ടം എല്ലാ ജില്ലകളിലും ഓരോ കോണുകളിലും കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അതിന് തക്ക വിദ്യാഭ്യാസ സാഹചര്യമോ കുടുംബ പശ്ചാത്തലമോ ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് ദൈവം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി തരികയും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടാൻ ദൈവം സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. എന്നെ പിതൃതുല്യം സ്നേഹിക്കുന്ന ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ ടൈറ്റസ് വർഗീസ് അവർകൾ. അദ്ദേഹം ഇന്നും ഞങ്ങള് എല്ലാ വർഷങ്ങളിലും നിരന്തരമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയും പരസ്യയോഗങ്ങൾ നടത്തുകയും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും എനിക്ക് അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ഇന്നും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാൻ മുഖാന്തരമായ കർത്തൃദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് അവറുകളെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും ചില വാക്കുകൾ പറയാതിരിക്കുവാൻ എനിക്ക് നിർവാഹമില്ല. എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ എന്നിലുള്ള ലീഡർഷിപ്പിനെ കണ്ടറിഞ്ഞ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അങ്കമാലി സെന്ററിന്റെ പുത്രിക സംഘടനയായ PYP-യുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നെ ശുപാർശ ചെയ്തതും അവിടെ നിന്ന് സെക്രട്ടറിയായി ഏതാണ്ട് 7 വർഷങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് അവസരങ്ങളുണ്ടായി. അതിനുശേഷം PYP-യുടെ പ്രസിഡന്റായി കഴിഞ്ഞ 3 വർഷങ്ങളായി സേവനം ചെയ്യുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. അതിന് മുഖാന്തരമായി തീർന്നത് കർത്തൃദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജിന്റെ പ്രോത്സാഹനമാണ്, പ്രാർത്ഥനയാണ്, പിൻബലമാണ്. ആ കുടുംബം ഇന്നും എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് കൈത്താങ്ങലാണ്. ഈ പ്രിയപ്പെട്ടവരോട് ശുശ്രൂഷാപരമായി ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ തന്നെ 2013 ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം നേരിട്ടു. അതിങ്ങനെയാണ്, 2002 ആണ് ഞങ്ങൾക്ക് ദൈവം രണ്ടാമതൊരു മോളെ തരുന്നത്.
2003 നവംബർ മാസത്തിൽ ഏതാണ്ട് 1.25 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന ഒരു ചെറിയ വീട്, ഒരു ഹോളും ഏതാണ്ട് ഒരു 80 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു 65 സ്ക്വയർ ഫീറ്റോളം മാത്രം വിസ്തീർണമുള്ള ഒരു അടുക്കളയുമുള്ള ചെറിയൊരു വീട്, ഏതാണ്ട് 200 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഹോള്, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ പരിമിതമായ സാഹചര്യത്തിൽ താമസിക്കുമ്പോൾ 2013 നവംബറിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഞങ്ങളുടെ രണ്ടാമത്തെ മകള് ഒരു ചില്ല് ഗ്ലാസുമായിട്ട് താഴെ വീഴുകയും സഭായോഗ അനന്തരം വീഴുകയും, അന്ന് ഞാൻ ICPF-ഉമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആലപ്പുഴയിലേക്ക് കടന്നു പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ചില മിനിറ്റുകൾ മുൻപാണ് ഇങ്ങനെ ഒരു വേദനാജനകമായിട്ടുള്ള സംഭവം അവിടെ നടക്കുന്നത്. കയ്യിലും മുഖത്തും സാരമായി മുറിവേൽക്കുകയും കുപ്പിച്ചില് തറച്ചു കയറി കൈ വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. മുഖത്തിന്റെ അടിവശത്തായിട്ട്, കീഴ്ത്താടിയുടെ ഭാഗത്തായിട്ട്, തൊണ്ടയ്ക്ക് സമീപത്തായിട്ട് വളരെ ആഴത്തിലുള്ള മുറിവേൽക്കുകയും അവിടെ മാംസം തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഞങ്ങളുടെ അയൽക്കാര് വളരെ വേഗത്തിൽ ഓടിക്കൂടി ഏറ്റവും സമീപത്തുള്ള പഴങ്ങനാട് എന്ന് പറയുന്ന ആശുപത്രിയിൽ കുഞ്ഞുമായിട്ട് വന്നു. അവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് എത്രയും വേഗം കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എൻ്റെ ചില സുഹൃത്തുക്കൾ, സഹോദരൻ സണ്ണി, അതുപോലെ തന്നെ സഹോദരൻ ജോർജ്, അവർ വളരെ വേഗത്തിൽ അവിടെ എത്തുകയും കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ അവിടത്തെയും ചികിത്സയെക്കുറിച്ചുള്ള ആ കാലഘട്ടത്തിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായം കൊണ്ട് മറ്റൊരാശുപത്രിയിലേക്ക്, എറണാകുളം ടൗണിൽ സ്ഥിതി ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി. അന്ന് എൻ്റെ കൈവശമുണ്ടായിരുന്നത് കേവലം 300 രൂപയാണ്. അത് അറിയാവുന്ന ഒരാള് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് അവർകളാണ്. അന്ന് എന്നോട് കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സെൻട്രലിലെ തന്നെ മറ്റൊരു സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് വർഗീസ്, അതുപോലെ മറ്റു പല സുവിശേഷകന്മാരും ഈ വിഷയങ്ങൾ അറിയുകയും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പള്ളിക്കരയിലുള്ള സഭാ സംഘടന വ്യത്യാസമില്ലാതെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പള്ളിക്കര ചർച്ചക്കോട് സഭയുടെ വിശ്വാസികളായ സഹോദരങ്ങൾ, ഈ ദൈവമക്കളുടെ എല്ലാം വളരെ ശക്തമായ പ്രാർത്ഥന പിൻബലം ഞങ്ങൾക്കുണ്ടായി. കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വളരെ ഭീമമായിട്ടുള്ള ഒരു തുക അന്ന് ആവശ്യമായിരുന്നു. ദൈവമക്കള് ആ വിഷയത്തിൽ ഞങ്ങളോട് കരുണ കാണിച്ചു. കർത്താവ് അവരുടെ ഉള്ളിൽ അതിനുള്ള പ്രേരണ കൊടുത്തു. ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതൽ ആ വിഷയത്തിൽ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ചലനശേഷി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ കൈകൊണ്ട് ദൈവത്തിന്റെ മഹാകരുണയാൽ, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഇന്നും മകൾക്ക് നന്നായിട്ട് എഴുതുവാനും ചിത്രം വരയ്ക്കുവാനും എല്ലാ കാര്യങ്ങളും ആ കരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുവാനും ദൈവം ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നാൽ ആ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ഞെരുക്കങ്ങൾ, ആ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ വളരെ വലുതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. യാത്രാക്കൂലികൾക്ക് വളരെ ക്ലേശം അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് അദ്ദേഹത്തിന്റെ ഒരു മിഷൻ സ്റ്റേഷനായിട്ട് ആരംഭിച്ച വായിക്കര എന്ന സ്ഥലത്തെ സഭാ ചുമതല അവർക്ക് ലഭിച്ച ഒരു ദൈവിക വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ചുമതലപ്പെടുത്തുകയും ഏതാണ്ട് 2014 മുതൽ 2025 ഈ സമയം വരെയുള്ള കാലഘട്ടത്തിൽ ആ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചു വരാൻ ദൈവം അവസരങ്ങളെ തന്നു. മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒരു മനോഹരമായ ആലയത്തിന്റെ പണി പൂർത്തിയാക്കുവാനായി ദൈവം സഹായിച്ചു. 15ഓളം കുടുംബങ്ങൾ ദൈവകൃപയാൽ
അവിടെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, ദൈവത്തിൻ്റെ മഹാസ്നേഹം ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കരുതലുകൾ ഓർക്കുന്നു. ശുശ്രൂഷയിൽ ദൈവം തന്ന വിശാലതകൾ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ എനിക്ക് ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവശബ്ദം കേട്ടിട്ടും വിശ്വാസത്തിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ മതപശ്ചാത്തലം, നമ്മുടെ കുടുംബ പശ്ചാത്തലം, നമ്മുടെ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, മാറി ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നുവെങ്കിൽ നമ്മളെ ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് 2001 മുതൽ 2025 വരെയുള്ള എൻ്റെ വിശ്വാസ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് നിസ്സംശയം പറയുവാനായിട്ട് കഴിയും. 2000 മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുതൽ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ ഒരുപാട് വിശ്വാസത്തിൽ ഇറങ്ങുന്ന ദൈവമക്കൾ, പ്രധാനമായിട്ട് മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? അവർക്കൊരു നല്ല ജീവിതമുണ്ടാകും? ഞങ്ങൾ ഇന്ന സമുദായത്തിൽ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, പ്രിയരെ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, നമ്മുടെ മക്കളുടെ ഭാവിയെ സുരക്ഷിതമായി നല്ല ഒരു തുറമുഖത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വളരെ അഭിമാനത്തോടെ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഞെരുക്കങ്ങൾ, ഇന്നത്തെ പ്രയാസങ്ങൾ, ഒരു കടിഞ്ചായക്ക് വകയില്ലാതെ, ഒരു 1/2 ലിറ്റർ പാല് മേടിക്കുവാൻ നിവൃത്തിയില്ലാതെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം ശുശ്രൂഷയിലൂടെ, ദൈവമക്കളിലൂടെ, ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ ഒക്കെ ദൈവം എത്രത്തോളം മാന്യമായി ജീവിക്കുവാൻ ദൈവം കരുതുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയും, അതുകൊണ്ട് നാളെ എൻ്റെ ജീവിതം എന്താകും? സാമ്പത്തികമായിട്ട് ഇന്ന് ഒരു വലിയ തകർച്ചയിലാണ്, ഇന്നൊരു വലിയ കഷ്ടതയിലാണ്, ഇന്നൊരു ദാരിദ്ര്യത്തിലാണ്, ഇതിങ്ങനെ തന്നെ മുൻപോട്ട് പോകുമോ? എന്തായി തീരും എൻ്റെ ഭാവി എന്നോർത്ത് ആശങ്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് മതിയായവനായ ദൈവമാണ് എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ അഭിമാനത്തോടെ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ആരോമ TV-യിൽ വരുവാനും എളിയവനായ എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുവാനും അവസരമൊരുക്കി തന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകളോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരോടും പ്രേക്ഷകരോടും ഇതിന് മുഖാന്തരമായി തീർന്ന എല്ലാ കർത്തൃദാസന്മാരോടും എൻ്റെ ഹൃദയംഗമായിട്ടുള്ള കൃതജ്ഞത ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ച് നിർത്തണേ. ഞാനൊരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സാക്ഷ്യ പ്രസ്താവനയ്ക്ക് ദൈവം അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന
ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളിവിടെ പങ്കുവെച്ച ജീവിതാനുഭവങ്ങൾ വ്യക്തികളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും ദൈവാശ്രയം വർദ്ധിക്കുന്നതിനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നതിനും അങ്ങ് മുഖാന്തരമാക്കി തീർക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. രോഗികളായ ആരെങ്കിലും ഈ ശബ്ദ സന്ദേശം കേൾക്കുന്നെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യം പ്രിയപ്പെട്ടവർക്ക് കർത്താവ് നൽകണം. മാനസികമായി തകർന്നവരായിട്ട് കേൾക്കുന്നെങ്കിൽ കർത്താവ് അവർക്ക് ആശ്വാസം കൊടുക്കണം, സൗഖ്യം കൊടുക്കണം. മാനസികമായി ധൈര്യവും ബലവും കർത്താവ് നൽകണം. പിതാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തണം. നിരാശയിൽ കഴിയുന്നവർക്ക് ഉദ്ധാരണവും സമാധാനവും ദൈവം കൊടുക്കണം. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം. സകല മഹത്വവും നൽകും. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ ദാസ പാസ്റ്റർ ഉദയകുമാർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുകയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ഇന്ന് സമൂഹത്തിൽ വ്യത്യസ്ത തുറകളിലുള്ളവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉദാത്തമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തിയ ശ്രേഷ്ഠകരമായ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. പിന്നെ ഈ നല്ല അനുഭവങ്ങളുടെ നല്ല ഓർമ്മകളുമായി കർത്താവിന് വേണ്ടി ഏറെ വേദികളിൽ പ്രയോജനപ്പെടുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ചില വിഷയങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉളവാത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരുപക്ഷെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കാം, തൊഴിൽപരമായ മേഖലയുമായുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കാം, വിദ്യാഭ്യാസ പ്രശ്നങ്ങളായിരിക്കാം. നിരവധി സങ്കീർണമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് പ്രശ്നങ്ങളെയാണ്. പ്രശ്നങ്ങളെ നമ്മൾ മുഖവിലക്കെടുത്ത് അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ പ്രശ്നങ്ങളുടെ ഉറവിടം എന്താണെന്നോ അതിൻ്റെ പിന്നിലുള്ള ദൈവീക പരിപാടി എന്താണെന്നോ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയുക. കാരണം നമുക്ക് നമ്മുടെ ഇന്നലകളെയും ഇന്നിനെയും മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് ഒരുപക്ഷെങ്കിൽ നാം കടന്നുപോയ അല്ലെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം. ആ പ്രശ്നത്തിലുടനീളം ദൈവത്തിൻ്റെ ചില കാര്യപരിപാടികൾ നമുക്ക് ആയിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയുവാൻ നമ്മൾ വൈകുന്നത് കൊണ്ട് ചിലപ്പോൾ ചില വേദനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ അതിൻ്റെയൊക്കെയും അവസാനം ഇങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാനുള്ള കാരണങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ആ സാക്ഷ്യത്തിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീവ്ര ഹിന്ദു വിശ്വാസത്തിലായിരുന്നതായ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്ന ആ ഒരു സാഹചര്യമാണ്.
ദേവാസിന്റെ വാത്സല്യ മാതാവിൻ്റെ കാലിൽ ഉണ്ടായതായ ആ ഒരു പ്രയാസം, കാല് പഴുത്ത് വളരെ ഏറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അനവധി ചികിത്സ ചെയ്യുകയും മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഫലപ്രദമായില്ല. എന്നാൽ അവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച ദൈവദാസനെ ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. ആ ദൈവമനുഷ്യൻ അല്പം വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് ആ കാലിൽ പുരട്ടി യേശു കർത്താവ് സൗഖ്യം കൊടുത്തു എന്ന സാക്ഷ്യം പറയുകയുണ്ടായി. അവിടെ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകിച്ച് ശക്തി ഉണ്ടായിട്ടല്ല, ദൈവദാസന്റെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്നും അല്ല, പകരം അവിടെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യമെന്ന് പറയുന്നത് മരുന്നിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിലേക്ക് നിങ്ങളെ വലിച്ചടിപ്പിക്കുവാൻ, ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് അതിന് കാരണമായിട്ട് അവിടെ ചില മുഖാന്തരങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാല് പഴുത്തതും ആ ദൈവദാസൻ കടന്നു വന്നതും വെളിച്ചെണ്ണ ഉപയോഗിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം അതിനോരോ മുഖാന്തരങ്ങൾ മാത്രം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിൽ വരുവാൻ അതിനു മുന്നമേ ദൈവം പദ്ധതി ഇട്ടിരുന്നു. അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്ന് ഇങ്ങനൊരു സാക്ഷ്യം ഉടലെടുക്കുവാൻ ആ ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു സാക്ഷ്യം പറയാനിടയായി തീർന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഈ വേദിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നതിന് അങ്ങനെ ഒരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം മുന്നമേ ദൈവം കണ്ടു. ഇനി മുന്നോട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യവും ദൈവം മുന്നമേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ളതായ വ്യത്യസ്ത അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കേൾവിക്കാരാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് കേൾവിക്കാരിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നു എങ്കിൽ, പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു അവസരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടുവാനിടയായിത്തീരും. ഇതുപോലെ ഒരു സാക്ഷ്യം നിങ്ങൾക്കും പ്രസ്താവിക്കുവാൻ ദൈവം അവസരം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഈ സാക്ഷ്യം പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും കേട്ട് അനുഗ്രഹിക്കപ്പെടുക. ഈ ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അഥവാ ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നിങ്ങൾക്ക് തുടർന്നും ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.